ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഉജാല വെള്ള വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അല്ലേ, എല്ലാവരും വീട്ടിലും ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. പണ്ട് എന്നല്ല, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഉജാല ഉപയോഗിച്ചിട്ട് നിറം മങ്ങി തുടങ്ങിയതും അതുപോലെ കുഴൽക്കിണറിൻ്റെ ഒക്കെ കറ പിടിച്ചതും ഒക്കെ ആയിട്ടുള്ള വാഷ് ബേസും ക്ലോസറ്റും ഉൾപ്പെടെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റും എന്ന് എത്ര പേർക്കറിയാം? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഉജാല വെച്ചിട്ട് നമുക്ക് ഉരച്ചോ തേച്ചോ ഒന്നും തന്നെ കഴുകാതെ ക്ലോസറ്റ് ഉൾപ്പെടെ നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിമിഷ നേരം കൊണ്ട് എങ്ങനെ വൃത്തിയാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അതിനായി ആദ്യം തന്നെ നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം നമ്മുടെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചെറുനാരങ്ങ ഉണങ്ങിയതൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നല്ല ചെറുനാരങ്ങ പിഴിഞ്ഞതൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇടുക. ഇതിപ്പം ഇവിടെ ചെറുനാരങ്ങ നന്നായിട്ട് ഉണങ്ങിപ്പോയ ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിഴിഞ്ഞതിൻ്റെ അതിൻ്റെ തൊലി ഉണ്ടാവില്ലേ, അതായാലും മതി. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് ഇതേ ചൂടോടെ തന്നെ ഒന്ന് അരിപ്പയിലേക്ക് ഇതാക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അരിപ്പയിലേക്ക് ഈ ചൂടോടെ തന്നെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഷാമ്പു ആണ്. ഒരുപാടൊന്നും വേണ്ട. ഇത് ക്ലിനിക് പ്ലസിൻ്റെ 1 രൂപേൻ്റെ കേട്ടോ. ഇതിൽ നിന്ന് 2 തുള്ളി മാത്രം മതി. 2 തുള്ളി ഷാമ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഇല്ല കേട്ടോ, അതാണ് കേട്ടോ, ഇല്ലായിട്ടല്ല, 2 തുള്ളി മതി. ഇപ്പോൾ 2 തുള്ളി ഷാമ്പു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഉജാലയാണ്. കുറച്ച് ഉജാലയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 തുള്ളി മതി ഉജാല കേട്ടോ. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് നല്ല ചൂടാണ്, നല്ല തിളയ്ക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പം ഇതുപയോഗിച്ചിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, നമ്മളെ വീട്ടിൽ സെറാമിക്കിൻ്റെ കപ്പും അതേപോലെ തന്നെ പ്ലേറ്റും അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ചായക്കറിയൊക്കെ നല്ല രീതിക്ക് തന്നെ പിടിച്ചെടുക്കുന്നുണ്ടാവും. നമ്മൾ എത്ര തന്നെ കഴുകിയാലും അതിനൊരു മഞ്ഞപ്പ് ഉണ്ടാവും. ഈ ഒരു ഇതൊക്കെ നമുക്ക് ഉരച്ചൊന്നും കഴുകാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ആദ്യത്തെ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഈ ഒരു വെള്ളത്തിലേക്ക് ഇതൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് കുതിർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് മാത്രം ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിക്ക് തന്നെ കളർ വെച്ച് വരും. നമ്മൾ സെറാമിക്കിൻ്റെ കപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ അത് വാങ്ങിക്കുന്നത് അതേപോലെ ഇരിക്കും കേട്ടോ. അത്രയ്ക്കും വെട്ടിത്തിളങ്ങി തന്നെ നിൽക്കും കേട്ടോ. അതേപോലെ തന്നെ സെറാമിക്കിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ പ്ലേറ്റിനൊക്കെ നമ്മൾ മസാല കറിയൊക്കെ ഇതാക്കി കഴിയുമ്പോൾ അതിനൊരു നിറമങ്ങലൊക്കെ ഉണ്ടാവും, പിടിച്ചെടുക്കും കളർ, മഞ്ഞ കളർ, അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ ഒഴിക്കുന്ന സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ വിടവിലൊക്കെ ഇങ്ങനെ ഒരു കറ പിടിച്ചെടുക്കില്ലേ, ഈ ഒരു കറിയൊക്കെ വളരെ പെട്ടെന്ന് ഈ ഒരു വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി. 5 മിനിറ്റിന് ശേഷം എടുത്ത് കഴുകി കളയുമ്പോൾ നല്ല രീതിക്ക് തന്നെ തിളങ്ങും കേട്ടോ. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലേ, അതിൽ ചായയൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരയ്ക്കേണ്ട ഒന്നും കാര്യമില്ല. ഈ ഒരു വെള്ളത്തിൽ 5 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം ഈ ഒരു വെള്ളം കൊണ്ട് രണ്ടാമത്തെ എന്താ ടിപ്പ് നോക്കാം. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ സോക്സ് ഉണ്ടാവില്ലേ, കുഞ്ഞുങ്ങളെ നല്ല വൈറ്റ് കളറൊക്കെ സോക്സ് ഉണ്ടാവില്ലേ, നമ്മൾ അഴുക്കൊക്കെ ആയാലും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്ന ഈ ഒരു സോക്സൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു വെള്ളത്തിലേക്ക് ഇതേപോലെ ഒന്ന് 5 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല അഴുക്കുള്ളതൊക്കെ ആണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ആക്കി ഉരച്ച് കൊടുക്കുക. അല്ല അഴുക്കൊന്നും ഇല്ല, അത്യാവശ്യം ചെറുങ്ങനെയൊക്കെ ആണുള്ളതെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല രീതിക്ക് തന്നെ ക്ലീനായിട്ട് വരും. വെള്ള സോക്സൊക്കെ ആണെങ്കിൽ നല്ല വെള്ള കളർ നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു പിങ്ക് കളർ സോക്സാണ്. അപ്പോൾ ഇത് അവൾ കളിക്കാനൊക്കെ പോകുമ്പോൾ ഇടുന്നത് തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ ഇങ്ങനെ അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്കിത് കല്ലിൽ ഉരയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു വെള്ളത്തിലേക്ക് ഇട്ടെടുത്താൽ മാത്രം മതി. കുറച്ച് ഷാമ്പുവും കൂടെ ഒഴിച്ചതിനെ കൊണ്ട് നല്ലൊരു സ്മെല്ലും കൂടിയായിരിക്കും. നമ്മൾ സോക്സ് അലക്കി കഴിഞ്ഞാലും അതിനൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല, ഈ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ടുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ വൈറ്റ് കളർ ടൈൽസൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഒരു ലിക്വിഡ് കുറച്ച്, വൈറ്റ് കളർ എന്നല്ല, വൈറ്റ് കളർ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ തുടയ്ക്കുന്ന ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ വൈറ്റ് കളറുള്ള ടൈൽസൊക്കെ നല്ലോണം
വെട്ടിത്തിളങ്ങും കേട്ടോ. എത്ര തന്നെ അഴുക്കൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇതേപോലത്തെ മോപ്പോണ്ടൊക്കെ തുടയ്ക്കുന്നതിനെ കൊണ്ട് തന്നെ അരുക്കുള്ള അഴുക്കൊന്നും നമുക്ക് അത്യാവശ്യം നല്ലോണം ചോവരിൻ്റെ അരുക്കൊന്നും അസലായിട്ട് തുടച്ചെടുക്കാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് ഇരുന്നിട്ടൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പോകും. പക്ഷേ ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോഴേക്കും അഴുക്കൊക്കെ കംപ്ലീറ്റ് പോവും. ഈ ഒരു മാറ്റം നമുക്ക് കാണാൻ തന്നെ പറ്റും കേട്ടോ. ടൈൽസ് നല്ലോണം കളറായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ വാഷ് ബേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുഴൽക്കിണറിൻ്റെ വെള്ളം അതിനെ കൊണ്ട് തന്നെ ഡെയിലി ഈ ഒരു വാഷ് ബേസ് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ മഞ്ഞ കളർ പിടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡ് എടുത്തിട്ട് കുറച്ച് ഈ ഒരു വാഷ് ബേസിലേക്ക് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റിന് ശേഷമാണ് ഇതൊന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി എല്ലാ സൈഡിലേക്കും. എന്നിട്ടൊരു 5 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും നിങ്ങളുടെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രഷൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഉരയ്ക്കണമെന്നൊന്നുമില്ല. അത്യാവശ്യം നല്ലോണം അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ മാത്രം ഉരച്ചാൽ മതി. ഇത് ഞാൻ കുഴൽക്കിണറിലെ വെള്ളം അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ഉരയ്ക്കുന്നത്. അല്ലെങ്കിൽ നോർമലായിട്ട് നല്ല വെള്ളമൊക്കെ ഉള്ളവരാണെങ്കിൽ അത്ര അഴുക്കുണ്ടാവില്ലല്ലോ. പക്ഷേ എങ്കിൽ ഈ ഒരു വാഷ് ബേസിൻ്റെ കളറില്ല. എത്ര കാലം പഴക്കമുള്ള ഈ ഒരു വാഷ് ബേസ് ആണെങ്കിലും ഈ ഒരു ലിക്വിഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലോണം കളർ വെക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത്രയ്ക്കും കളറൊക്കെ വയ്ക്കും കേട്ടോ. ഈ ഒരു വാഷ് ബേസിൻ്റെ അടുത്തുള്ള പൈപ്പോ അതൊക്കെ ആണെങ്കിലും ഈ ഒരു ഇത് വെച്ചിട്ട് ഇതാക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കളർ വെച്ച് നല്ലോണം തിളങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ബേസ് ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ലോണം വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 2-3 തുള്ളി ഉജാല മാത്രം മതി, അധികമൊന്നും വേണ്ട. പിന്നെ നാരങ്ങേൻ്റെ തൊലി നമ്മൾ പിഴിഞ്ഞതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വാഷ് ബേസ് നല്ല രീതിക്ക് തന്നെ തിളങ്ങുന്നുണ്ട്. ഇപ്പം ക്വാർട്ടേഴ്സിലായത് അതിനെക്കൊണ്ട് തന്നെ നല്ല വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരുപാട് പേര് താമസിക്കുന്നതിനെ കൊണ്ട് തന്നെ ഇനി നമ്മൾ ബാക്കിയുള്ള ഈ ഒരു ലിക്വിഡ് നമ്മൾ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്നും കഴുകേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഫ്ലഷ് അടിച്ചിട്ട് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് നേരം ഞാനത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലഷ് അടിച്ച് കളയാണ് കേട്ടോ ചെയ്യുന്നത്. യാതൊരുവിധ ബ്രഷോ ഒന്നും ഉപയോഗിച്ചിട്ട് ഞാൻ കഴുകുന്നില്ല. കഴുകേണ്ട കാര്യമില്ല. ഈ ഒരു അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ പോവും. ഈ ഒരു ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചതിനെ കൊണ്ട് തന്നെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. എൻ്റെ ഈ ഒരു ക്ലോസറ്റ് ആയാലും വാഷ് ബേസ് ആയാലും ഞാൻ ഡെയിലി വൃത്തിയാക്കുന്നതിനെ കൊണ്ട് അധികം അഴുക്കും കാര്യങ്ങളൊന്നും പിടിച്ചെടുക്കില്ല. ഈ ഒരു രീതിക്കാണ് വൃത്തിയാക്കാറ്. അപ്പോൾ അത്യാവശ്യം അഴുക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഉജാല എന്ന് പറയുന്ന അത്ര ചെറിയ സംഭവമൊന്നുമല്ല. നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു എത്ര പഴക്കം ചെന്നിട്ടുള്ള ക്ലോസറ്റ് ആയാലും അത് മഞ്ഞപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഈ ഒരു ഉജാല കൊണ്ടിട്ടുള്ള അടുത്തൊരു ടിപ്പാണ് കേട്ടോ. ഇതേപോലത്തെ ഷൂ ഒക്കെ ഉണ്ടാവില്ല, ഇത് അത്യാവശ്യം നല്ലോണം എടുക്കാത്ത പഴയതാണ് കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതായാലും അതിൻ്റെ ആ ഒരു പോളിഷ് ഇടുന്ന ഇത് കാണാണ്ടായി പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ എന്തെങ്കിലും തുണി എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ ഉള്ളതിനെ കൊണ്ടാണ് അതെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2-3 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 തുള്ളി മാത്രം നമ്മുടെ ഉജാലയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ ഒരു ഷൂ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉപയോഗിക്കാത്തതാണ്. ഇവിടെ ഡെയിലി പോളിഷിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നതിനെ കൊണ്ട് അപ്പോൾ അത് ചിലപ്പോൾ അത് മുളൊക്കെ എടുത്ത് കളിക്കുന്നതിനെ കൊണ്ട് കാണാണ്ടായി പോകും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ്. പെട്ടെന്ന് നമുക്ക് ഒരു ദിവസമൊക്കെ എന്തെങ്കിലും ഇങ്ങനെ അത്യാവശ്യത്തിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഗുണമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ മുഴുവനായിട്ട് ഇതിങ്ങനെ പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.